അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 7ാമത്തെ പാഠം അസ്മാഉദ് ദുആ, ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഉസ്താദെ, എൻ്റെ ഉപ്പ ആശുപത്രിയിലാണ്, സുഖമില്ല, ദുആ ചെയ്യണം. സലീം പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. വിദ്യാർത്ഥികളെല്ലാവരും ആമീൻ പറഞ്ഞു. നാം എപ്പോഴും ദുആ ചെയ്യണം. എല്ലാ സന്ദർഭങ്ങളും എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആലയോട് പറയണം. ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലാക്ക് ദേഷ്യമാണ്. ഇപ്പം എന്താ പറഞ്ഞ ഇവിടെ? എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആലയോട് പറയണം. നമുക്ക് വരുന്ന വിഷമങ്ങളും പരാതികളൊക്കെ ആരോടാ പറയേണ്ടത്? അള്ളാഹുവിനോടാ പറയേണ്ടത്. അല്ലാതെ നാട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരോടും പറഞ്ഞിട്ടൊരു ഒരു കാര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അവരിൽ നിന്നൊരു പരിഹാരം നമുക്ക് കിട്ടുമെങ്കിൽ മാത്രം. അപ്പം നമുക്ക് ഏത് വിഷമഘട്ടത്തിലാണെങ്കിലും നമ്മൾ ആദ്യം പറയേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത്. ആ ഒരു കാര്യം തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് പരാതി പറയാൻ, അള്ളാഹുവിനോട് സങ്കടം പറയാൻ നമുക്ക് തീരെ ഒഴിവില്ല. എന്നാൽ മറ്റുള്ളവരോട് സങ്കടം പറയാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം നേരെ തിരിച്ചായിരിക്കണം. എന്നിട്ട് നബിതങ്ങൾ പറയുകയാണെങ്കിൽ എന്താ പറയണത്? ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആലക്ക് ഇഷ്ടമാണ് ആരെ? ദുആ ചെയ്യുന്നവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുആ ചെയ്യാത്തവരോട് അല്ലാഹു തആലക്ക് ദേഷ്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദേഷ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മളോട് പറയേണ്ടത്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. രോഗം വന്നിട്ടല്ല ദുആ ചെയ്യേണ്ടത്, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. പ്രയാസങ്ങൾ വന്നതിന് ശേഷം ഈ പ്രയാസം ഒന്ന് നീക്കിത്തരണേ, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിനിക്കിഷ്ടം ആരോഗ്യവാന്മാരായിരിക്കുന്ന അവൻ്റെ ഏറ്റവും സന്തോഷഘട്ടങ്ങളിൽ അവൻ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്നതാണ് അള്ളാഹു തആലക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആരോഗ്യഘട്ടത്തിൽ അള്ളാഹുവിനിക്ക് നല്ലോണം ദുആ ചെയ്യണം. എനിക്ക് രോഗം തരാതെ, പ്രയാസങ്ങൾ നൽകാതെ എന്നെ നീ കാത്തു രക്ഷിക്കണമേ എന്നിങ്ങനെ ദുആ ചെയ്യണം. അസുഖം വന്നിട്ടല്ല ദുആ ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ഉത്തമമായ ദുആകളിൽ പെട്ടതാണ് നിസ്കാരശേഷമുള്ള ദുആ. ഏറ്റവും ഉത്തമമായ ദുആകളിൽ പെട്ടതാണ് നിസ്കാരശേഷമുള്ള ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർദ്ധരാത്രിയിലും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചതാണ് ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണെന്ന്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഏത്? അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. രണ്ടാമതായിട്ട് സമയം പറഞ്ഞത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള ദുആ. ആ ദുആന് അല്ലാഹു തആല എന്ത് ചെയ്യും? പെട്ടെന്ന് ഇജാബത്ത് നൽകും. അല്ലാഹു തആല ഇജാബത്ത് നൽകുന്നത് 3 രൂപത്തിലാണ്. ഒന്നുകിൽ നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ആ ഉദ്ദേശം അല്ലാഹു തആല അത് പെട്ടെന്ന് ഹാസിലാക്കി തരും, ആ ഉദ്ദേശത്തെ നിറവേറ്റി തരും. അല്ലെങ്കിൽ അല്ലാഹു തആല നമ്മുടെ ദുആനുള്ള പ്രതിഫലം നാളെ ആഖിറത്തിൽ വെച്ച്, പരലോകത്ത് വെച്ച് അല്ലാഹു തആല നൽകും. മൂന്നാമതായിട്ട് അല്ലാഹു തആല നമുക്ക് ഇജാബത്ത് നൽകുന്നത് ഏത് രൂപത്തിലൂടെയാണ്? നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം എങ്ങനെയാണ്? അല്ലാഹു തആല നമ്മൾ ഏതൊരു വിഷയമാണോ അതിനോട് തത്തുല്യമായ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, നമ്മൾക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് തട്ടിക്കളയും. അപ്പോൾ ദുആ ചെയ്താൽ ഒരിക്കലും അത് പാഴായി പോവുകയില്ല. ഒന്നുകിൽ ഇവിടെ നിന്ന് തന്നെ പെട്ടെന്ന് അതിൻ്റെ ഇജാബത്ത് ലഭിക്കും, അല്ലെങ്കിൽ ആഖിറത്തിൽ വെച്ചുകൊണ്ട് അതിനുള്ള വേണ്ടത് ലഭിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങൾ, മുസീബത്തുകൾ അല്ലാഹു തആല അതിൻ്റെ കാരണത്താൽ എന്ത് ചെയ്യും? തട്ടിക്കളയും. അപ്പോൾ ദുആ ചെയ്യാനുള്ള മടിയൊക്കെ മാറ്റിവെച്ച് എല്ലാവരും എന്ത് ചെയ്യണം? അല്ലാഹു തആലയിലേക്ക് നമ്മുടെ പരാതികളും സങ്കടങ്ങളും അല്ലാഹു തആലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തണം. ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങൾ നാം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലും റമളാൻ മാസത്തിലും മഴ പെയ്യുന്ന സമയവും വെള്ളിയാഴ്ചയും ദുആ ഏറ്റവും സ്വീകരിക്കുന്ന സമയങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും അശക്തർ ദുആ ചെയ്യാത്തവരാണ്. എന്താ പറഞ്ഞത്? ഇപ്പോൾ ദുആ ചെയ്യുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്?
അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ളതാണ്. രണ്ടാമത് പറഞ്ഞ റമദാൻ മാസത്തിലെ ഇജാബത്തുള്ള സമയമാണ്. മഴ പെയ്യുന്ന സമയം, ആ സമയത്തും ദുആക്ക് ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച ദിവസവും ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ജനങ്ങളിൽ ഏറ്റവും അശക്തരാരാ? ദുആ ചെയ്യാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടരുത്. അതിനുവേണ്ടി നമ്മളെന്ത് ചെയ്യണം? ധാരാളം ദുആ ചെയ്യണം. നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും, ഇനി പ്രയാസമൊന്നും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? നമ്മുടെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയും റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയും എപ്പോഴും റബ്ബിനോട് എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. നിസ്കാര ശേഷം ചെയ്യേണ്ട ഒരു ദുആ നമുക്ക് പഠിക്കാം. അപ്പോൾ ദുആ ഒന്ന് ചൊല്ലി നോക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ കുല്ലഹാ, അല്ലാഹുമ്മ അൻഇശ്നാ വജ്ബുർനാ വഖ്ദിനാ ലിസാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്, ഇന്നഹു ലാ യഹ്ദി ലിസാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ വലിഅസാതീദിനാ വലി അഹ്ബാബിനാ വലിമൻ ലഹും ഹഖ്ഖുൻ അലൈനാ ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇത് നിസ്കാരദേശം ദുആ ചെയ്യാനുള്ള ഒരു ചെറിയ ഹ്രസ്വമായൊരു ദുആയാണ്. അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ദുആ ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നുബയ്യനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. ഒന്ന് അർദ്ധരാത്രിയിലും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ ആണ്. ഏതാണ് ആ സന്ദർഭം, സാഹചര്യം ഏതാണ്? സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദുആ ഏതാണ്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞതാണ് അർദ്ധരാത്രിയിലും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ എന്ന്. ഇനി രണ്ടാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. ഒന്ന് ദുആ സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ ചിലത് എഴുതുക. അർദ്ധരാത്രി ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ റമദാൻ മാസത്തിൽ മഴ പെയ്യുന്ന സമയം. രണ്ട്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആസക്തരായവർ ആര്? ആൻസർ ദുആ ചെയ്യാത്തവർ. മൂന്ന്, അല്ലാഹു തആലക്ക് ദേഷ്യമാണ് ആരോട്? ആൻസർ ദുആ ചെയ്യാത്തവരോട്. നാല്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു ആര്? ആൻസർ ദുആ ചെയ്യുന്നവരെ. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളത്, ക്രമത്തിൽ എഴുതാനുള്ളതാണ്. അടുത്തത് നുറത്തിബ്, തെർത്തീബാക്കാനുള്ളത്, ക്രമത്തിൽ എഴുതാനുള്ളതാണ്. ഒന്ന് കൊടുത്തിട്ടുള്ളത് അവിടെ ദുആകൾ ഡിസോർഡറിൽ കൊടുത്തിട്ടുള്ളത്. ഈ ദുആയാണ് ഈ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുക. അല്ലാഹുമ്മ അൻഇശ്നാ വജ്ബുർനാ വഹ്ദിനാ ലിസാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ് ഇന്നഹു ലാ യഹ്ദി ലിസാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത. ഇനി അതിൽ രണ്ടാമത്തത് തർത്തീബാക്കാനുള്ള രണ്ടാമത്തത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇനി മൂന്നാമത്തത് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. ആ രൂപത്തിൽ അത് ഓർഡറിലാക്കുക. ഇനി അഞ്ചാമത്തെ നഖ്റ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ദുനൂബ് എന്ന് പറഞ്ഞാൽ പാപങ്ങൾ, ഖത്വയ എന്ന കുറ്റങ്ങൾ, ഹബ് ലനാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നൽകണമേ. ബാക്കിയുള്ളതും വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. രോഗികളുടെ രോഗങ്ങൾക്ക് അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.